കൃഷ്ണ, എന്റെ മനസ്സിൽ എന്താ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത്? കൃഷ്ണ, തെറ്റായ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരല്ലേ. അന്നിങ്ങനെ ഒരുമിച്ച് കിടക്കേണ്ടി വന്നത് വരണ്ട മനസ്സിൽ നിന്ന് മായച്ചു കളയണേ. ഇതെന്തു പറ്റി ഈ നേരത്ത്? വിട, എന്റെ ദേഹത്തെ തുടരുത്. അതെ, എന്നെ കാണാൻ വന്നല്ലേ? അല്ല, എന്റെ ദേഹത്തുനിന്ന് കൈയെടുത്ത്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ തമ്മിൽ ദേഹത്ത് തൊടാവുന്ന ഒരു ബന്ധമുണ്ട്. നീ എന്റെ ഭാര്യ. അയ്യോ, ഞാൻ വിളിച്ചു പോവേ. വിളിച്ചോ, എല്ലാവരും വന്ന് കാണട്ടെ. നീ എന്റെ ആഗ്രഹവും അത് തന്നെയാണ്. ഈ എതിർപ്പൊന്നുമില്ലാതെ ഒരു രാത്രി മുഴുവൻ നിന്റെ തൊട്ടടുത്ത് നിന്നോട് ചേർന്ന് ഞാൻ കിടന്നു. അപ്പോ ഒരു രസമുണ്ടായി. അതെന്താ? എന്താന്ന് പറ. അന്ന് എന്താ ഉണ്ടായ? പിന്നെ എന്തേലും പറ. ആരെ ഈ നേരത്ത്? കിടന്നോളൂ, ഞാൻ നോക്കിക്കോളാം. പ്രിയങ്ക മോള് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അവളായിരിക്കും. ഞാൻ നോക്കിട്ട് വരാം. എന്താ 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 ഉർവശി? ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് വല്ല ധാരണയുണ്ടോ ഏടത്തിക്ക്? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുക. നമ്മുടെ കുടുംബം ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയല്ലോ. പറയുന്നതുകൊണ്ട് ഏട്ടത്തിക്ക് വിഷമമൊന്നും തോന്നരുത്. രാധികയും വരണം ഈ വീടിന് പുറത്തുണ്ട്. അവരെന്തെടുക്ക ഈ നേരത്ത്? ഞാൻ പറഞ്ഞാ ഏട്ടത്തി വിശ്വസിക്കില്ല. ഏട്ടത്തി നേരിട്ട് വന്ന് കാണുക തന്നെ വേണം. കാര്യം എന്താണെന്ന് പറയൂ ഉർവശി. അരുതാത്തതാ അവിടെ നടക്കുന്നത്.
രാധികയും വരുണും തമ്മില് തെറ്റായ ചില ബന്ധങ്ങളുണ്ട്. ഋഷി, കുട്ടികളെ കുറിച്ച് ആവശ്യമില്ലാത്തൊന്നും പറയരുത്. കുട്ടികൾ തമ്മിൽ അത്തരത്തിൽ ഒരു ബന്ധവുമില്ല. ആ വിശ്വാസം നല്ലതാ. അവരെ നേരിട്ട് കാണുമ്പോ ഏട്ടത്തിക്ക് വിശ്വാസം വരും. ഞാനവരെ കാണുമ്പോഴേ വരുൺ രാധികയെ ചുറ്റിപ്പിടിച്ച് ചേർത്ത് നിർത്തിയിരിക്കുക. ദേ, അസൂയക്കും കുശുമ്പിനും നിന്നെ കഴിഞ്ഞ വേറെ ആളുള്ളൂ. പക്ഷെ പറയുന്നത് എന്റെ മോനെ കുറിച്ചാ. അതും നിനക്ക് ഓർമ്മ വേണം. ഈ പാതരാത്രിയെ ഏട്ടത്തെ വിളിച്ചുണർത്താൻ എനിക്കെന്താ പ്രാന്തുണ്ടോ? ഞാനീ കണ്ണി കണ്ടതാ. എനിക്ക് ഈ സംശയം കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നെന്ന് കൂട്ടിക്കോ. ഏട്ടത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ രാധികയെ ഇവിടെ നിർത്താൻ വേണ്ടി വരുൺ നിർബന്ധിക്കുന്നത്? അല്ലെങ്കിലും അവൾ എന്തിനാ അനിയത്തെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്? മുതിർന്നൊരു പെണ്ണല്ലേ? ഞാൻ വിശ്വസിക്കില്ല. എങ്കി ഏട്ടത്തി വാ, മനസ്സൊന്ന് കല്ലാക്കി വെച്ചോ. അല്ലെങ്കി മോനെ അവളെയും കാണുമ്പോ തളർന്നു പോവും. ശരി ശരി, നീ വാ. നീ പറയുന്ന പോലെ രണ്ടുപേരും അവിടെ ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അവരെ കണ്ടില്ലെങ്കിലല്ലേ? ഏട്ടത്തി എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഏട്ടത്തിങ്ങി വന്നേ. ഇന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. കല്യാണം കഴിച്ച പെണ്ണ് മുറി കിടന്ന് ഉറങ്ങുമ്പോ അവളെ ചേച്ചിയും കൊണ്ട് ഈ വീടിനകത്ത് കിടന്ന് വൃത്തിയിട്ട് കാണിക്കാന്ന് വെച്ചാല് ചേച്ചി ഒന്ന് വന്നേ. വാ വാ. അയ്യോ, ഇവിടെ ആരും ഇല്ലല്ലോ. ആരും കാണുന്നില്ലല്ലോ. അവര് ഇവിടെ ഉണ്ടായിരുന്നു ഏട്ടത്തി, ഞാൻ കണ്ടതാ. ഉർവശി, വിളിച്ചുകൊണ്ട് പോരുമ്പോ തന്നെ ഞാൻ പറഞ്ഞതാ ആവശ്യമില്ലാത്ത കള്ളങ്ങൾ പറയരുതെന്ന്. കള്ളമല്ല, അവരിവിടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ എവിടെയുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. കണ്ടോ നീ? ഏട്ടത്തേക്ക് ഞാനിത് തെളിയിച്ച് തരുമെന്ന് പറഞ്ഞാൽ തെളിയിച്ച് തന്നിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഏതായാലും അവരകത്തേക്ക് കേറിയിട്ടില്ല. നമുക്ക് അവള് കിടക്കുന്ന മുറിയിലൊന്ന് കയറി നോക്കാം. വേണ്ട, നിന്നെ പോലെ എനിക്ക് ഭ്രാന്തില്ല. ഏട്ടത്തിയോട് വരാൻ പറഞ്ഞില്ലേ? മുറിയിൽ അവളില്ലെങ്കിൽ അതിനർത്ഥം അവള് പുറത്തെവിടെ ഉണ്ടെന്നല്ലേ? അത്രയെങ്കിലും വിശ്വസിക്കാലോ. ഏട്ടത്തി, നമ്മളെ അവര് കണ്ടപ്പോ അവര് മറഞ്ഞു നിൽക്കുന്നതാ. അവളുടെ മുറി പോയി പരിശോധിച്ചേ പറ്റൂ. പോയി നോക്കാം. എനിക്ക് സംശയം തീർക്കാനല്ല, നിന്റെ സംശയം മാറ്റാനാ. രാധികയോട് വരുണ് നന്നായിട്ട് പെരുമാറുന്നതില് നിനക്കും കൽപ്പനയ്ക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്നത്തോടെ ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. വാ. ഈ കിടക്കുന്ന രാധികയെ കണ്ടുന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? ഞാൻ കണ്ടതാ ഏട്ടത്തി. ഇത് അവളുടെ കള്ളം ഓർക്കുക. ഞാൻ വിളിച്ചു ചോദിക്കാം. വേണ്ട ഉർവശി, ആ പെൺകുട്ടിയെ ഇപ്പൊ വിളിച്ചുണർത്തി എന്തേലും ചോദിച്ചാലേ അത് ഈ കുടുംബത്തിന് തന്നെ നാണക്കേടാ. കുടുംബത്തിന്റെ നാണക്കേടൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പോ അങ്ങോട്ട്. നടക്ക്. പറ, അന്നെന്താ ഉണ്ടായേ? എന്നെന്തേലും പറ. അന്ന്
അയ്യോ, അവിടെ ആരോ നമ്മളെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ആ താനേ കള്ളൊന്നും പറയണ്ട. ഞാൻ നോക്കി എൻ്റെ അടുത്തുനിന്ന് പോകാനുള്ള സൂത്രമല്ലേ? അല്ല, ഞാൻ ശരിക്കും കണ്ടത് കൽപ്പനടുത്ത് ചെറിയമ്മയും കൊണ്ട്. അവരാണെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാരും വിളിച്ച് പുറത്തിറങ്ങും. എല്ലാവരുടെ മുന്നിൽ നമ്മൾ നാണം കിടും. നീ സത്യമാണോ പറയുന്നേ? അതെന്നെ. എന്നാ വാ വാ. കൃഷ്ണ, നീ കാത്തു. അതെ എത്തി, നമുക്കൊന്ന് മരുണ്ട മുറിയിലേക്ക് പോയി നോക്കാം. അവനവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. ഭ്രാന്തുണ്ടോ നിനക്ക്? കല്യാണം കഴിഞ്ഞ് ഭാര്യയോടൊന്നിച്ച് ജീവിക്കുന്നവനവൻ. അച്ഛനായാലും അമ്മയായാലും ചെന്ന് തട്ടി വിളിക്കുന്നതിനൊക്കെ ഒരു മര്യാദയുണ്ട്. ഏട്ടത്തി, എനിക്കിത് തെളിയിച്ചേ പറ്റൂ. നിന്റെ തലയ്ക്ക് ഭ്രാന്തുണ്ടോന്നായി എനിക്ക് തെളിയിക്കേണ്ടത്. ദേ, മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങാൻ നോക്കൂ ഉർവശി. ഏട്ടത്തിക്ക് അത് പറഞ്ഞ മനസ്സിലാവില്ല. പക്ഷേ എന്നെങ്കിലും ഒരിക്കല് ഏട്ടത്തി ഇതും പറഞ്ഞ് കരയുന്നത് ഞാൻ കാണും. ആയിക്കോട്ടെ, കരയേണ്ട സമയമാവുമ്പോ നിന്നെ ഞാൻ വിളിക്കില്ല. പോരെ? ദേ, നിന്നോട് പോനല്ലേ ഞാൻ പറഞ്ഞത്. പോ. പണ്ടെങ്ങും നടന്നൊരു കല്യാണത്തിന്റെ കാര്യം അവൾ ആലോചിച്ച് നടന്നിട്ട് ഉത്തരം കിട്ടിയില്ല അത്രേ. കല്യാണോ? എവിടത്തെ കല്യാണം? നമ്മുടെ മേനോത്തെ വാസുവേട്ടന്റെ അവിടെ കല്യാണത്തിന് പോയില്ലായിരുന്നോ? അവിടെ ഇട്ടിരുന്ന ആഭരണങ്ങളെ കുറിച്ചും സാരിയെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നു. എന്താ ചെയ്യാ? വല്ലാത്തൊരസുഖം തന്നെ. ഈ അസൂയക്കും കുശുമ്പിനും രാത്രിയും പകലൊന്നും ഇല്ലല്ലേ? ഉർവശിയുടെ കാര്യമല്ലേ? കിടക്കാം നമുക്ക്. ഉർവശി വെറുതെ പറഞ്ഞതായിരിക്കും. അല്ലാതെ വരണൻ രാധികയും തമ്മിൽ അങ്ങനെ തെറ്റായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും അവൾ എന്താ അങ്ങനെ പറഞ്ഞത്? താനെന്താ ആലോചിക്കുന്നേ? തനിക്കും തുടങ്ങിയോ ആഭരണങ്ങളെ കുറിച്ച് ചിന്തിക്കല്? ഇല്ല, ഞാനൊന്നും ചിന്തിച്ചൊന്നുമില്ല. നേരം വെളുത്തിട്ട് ചോദിക്കായിരുന്നു ഉർവശിക്ക്. ഞാൻ അതാ ചിന്തിച്ചേ. സോണിയ, രാധികയെ കൊണ്ട് ഇന്ന് ഞാൻ എന്നെ അമ്മയെന്ന് വിളിപ്പിക്കും. എന്നെ കൊണ്ട് അതിന് സാധിക്കില്ലെന്നൊരു തോന്നല് സോണിയയുടെ മനസ്സിലുണ്ട്. മാഡം തിരഞ്ഞെടുത്ത വഴി നല്ലതാ. പക്ഷേ അത് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ് പ്രശ്നം. എനിക്ക് മനസ്സിലായിടത്തോളം രാധിക നല്ല മനസ്സുറപ്പുള്ള കുട്ടിയാ. അവളുടെ ജീവിതത്തെക്കുറിച്ച് അവൾക്ക് വ്യക്തമായ തീരുമാനങ്ങളുണ്ട്. മാഡം അല്ല, ശ്യാമ മാഡം മുന്നിൽ ചെന്ന് നിന്ന് ഞാനാണ് നിന്റെ അമ്മയെന്ന് പറഞ്ഞാൽ പോലും ആ ദേവനാരായണൻ തിരുമേനിയെയും ഭാര്യയും വിട്ട് രാധിക എങ്ങോട്ടും പോയില്ല. അതിനേക്കാൾ നല്ലത് നമുക്കാളെ വ്യക്തമായ നിലയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി മാഡത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഒപ്പിട്ട് വാങ്ങിച്ച പോരെ? ഒരു ബലപ്രയോഗം ഇക്കാര്യത്തിൽ വേണ്ട. അത് പിന്നെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും ഏതെങ്കിലും വിധത്തിൽ. മറിച്ച് രാധിക എന്നെ അമ്മയായി അംഗീകരിക്കുകയും അതിനുശേഷം എനിക്ക് വേണ്ട പേപ്പേഴ്സിൽ ഒപ്പിട്ട് എന്റെ കൂടെ താമസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവും ഒരു കാലത്തും ആർക്കും ഉണ്ടാവില്ല. മാഡം ശ്രമിച്ചു നോക്കൂ. എനിക്ക് തോന്നിയ സംശയം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എങ്കിൽ കണ്ടോ, ഇന്ന് തന്നെ അവൾ എന്നെ അമ്മാന്ന് വിളിക്കും.
കാണാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒരമ്മയ്ക്ക് എങ്ങനെയാ മോളെ കാണാൻ വരാതിരിക്കാൻ പറ്റുക? നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള ബന്ധമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതല്ലേ, വഴിയരികിലുള്ള ഈ കാത്തു നിൽക്കലും ഇടയ്ക്കിടയ്ക്കുള്ള ഈ വിളിച്ചോണ്ട് പോകലും ഒക്കെ എനിക്കിപ്പോ വെറുപ്പാ. പ്ലീസ് എന്നെ വിട്ടേക്ക്. മോളെ, അമ്മയ്ക്ക് വേറെ ആരാ ഉള്ളത്? അമ്മ നിന്നെ കുറിച്ചല്ലാതെ വേറെ ആരെയാ ഓർക്കേണ്ടത്? മോൾ ഒരു വാക്ക് പറഞ്ഞ അമ്മ ദേവനാരായണൻ തിരുമേനിയോടും ഭാര്യയോടും വന്ന് സംസാരിക്കാം. എന്നിട്ട് മോൾക്ക് അമ്മയുടെ കൂടെ നിൽക്കാം. ഈ ലോകത്തുള്ള എല്ലാ സന്തോഷവും അമ്മ മോൾക്ക് വാങ്ങിച്ചു തരാം. സന്തോഷം പണം കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ. എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴാ. എന്റെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ദയവ് ഇതെന്നെ വിട്ടേക്ക്. മോളെ, ദിവസം കഴിയുന്തോറും മോളുടെ അമ്മയുടെ അവസ്ഥ ദയനീയമായിക്കൊണ്ടിരിക്കുക. പല നേരത്തും ഭക്ഷണം കഴിക്കാറില്ല, ഉറങ്ങാറില്ല. ഇതൊക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാ? അല്ല, മോൾ അടുത്തില്ലാത്തതിന്റെ സങ്കടമാ. ഇത്രയും കാലം ഞാൻ അടുത്തില്ലാതെ ജീവിച്ചില്ലേ? അന്ന് പട്ടിണി കിടന്നോ? അന്ന് ഉറങ്ങാതിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കൺമുന്നിൽ നിൽക്കില്ലായിരുന്നല്ലോ. സോണിയ, വേണ്ട. ഞാൻ അനുഭവിച്ച ത്യാഗങ്ങളൊന്നും മോളോട് പറഞ്ഞ അവളത് വിശ്വസിക്കണമെന്നില്ല. പക്ഷേ മോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കും. ഇപ്പൊ തൊട്ട് എന്നെ നിഷേധിച്ച് മോള് പോവുകയാണെങ്കിൽ പിന്നെ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. എന്നെ അമ്മയെന്ന് വിളിക്കാനെങ്കിലും തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്കിനി ഒരിക്കലും അങ്ങനെ തോന്നില്ല. എങ്കിൽ പിന്നെ മകളെ നിഷേധിച്ചൊരമ്മ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ല. നീട്ടിവെക്കുന്നില്ല. ഞാൻ ഇപ്പൊ തന്നെ എന്റെ ജീവൻ ഒടുക്കാൻ പോവാ. മേഡം, 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 ഞാൻ പറയുന്നതൊന്ന് കേക്ക്. മേഡം, മേഡം, വേണ്ട സോണിയ, അവള് പറഞ്ഞത് കേട്ടില്ലേ? ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇത്രയും കാലം കാത്തിരുന്നതിന് ഒരു വിലയുണ്ടെങ്കിൽ അതങ്ങ് അവസാനിച്ചോട്ടെ. ഞാനൊന്ന് പറയട്ടെ. മേഡം, 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 അയ്യോ, വീടെന്നെ, വീട്. മേഡം, ഇറങ്ങാനാ പറഞ്ഞത്. എനിക്കൊന്നും കേക്കണ്ട. ഇറങ്ങ് മേഡം. എനിക്കൊന്നും കേക്കണ്ട. മേഡം, പറഞ്ഞല്ലേ? ഇറങ്ങ്. എനിക്കിനി ജീവിക്കണ്ട. ഇത്രയും കാലം അവളെ തെരഞ്ഞു ഞാൻ നടന്നു. ഇനി അവൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാവുക. അമ്മേ, മോളെ, അമ്മേ, താഴേക്ക് ഇറങ്ങ്. താഴെ ഇറങ്ങ്. അമ്മ ഒന്ന് ഇറങ്ങ് പ്ലീസ്. വാ.